ഇപ്പൊ ജിൻഹാൻ ഇവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലെന്ന് അറിഞ്ഞ ഉടനെ ഷെങ് അവനോട് സോറി ചോദിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ അവനും ഡയറക്റ്റായിട്ട് സോറി ചോദിച്ചിട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴാണ് ഇത്രയ്ക്ക് എളുപ്പത്തിൽ സോറി ചോദിച്ചെന്ന് പറഞ്ഞ് ഷെങ്ങും ചമ്മ പോയിട്ട് അകത്തേക്ക് കയറി പോകും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് സാങ്ഷിയും ജിൻഹാനും കൂടെ അവൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ബുക്ക് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഷെങ് അവന്റെ കൈ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ന് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ജിൻഹാനെ സഹായത്തിന് വിളിക്കും. അപ്പോഴാണ് അവനും സാങ്ഷിയോട് എങ്കിൽ പിന്നെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കടയിൽ പോകുന്ന പറയുമ്പോഴാണ് ഷെങ് വീണ്ടും അവർ തടയുന്നത്. ഇല്ല, അത്രയും സമയം കിങ്കോങ്ങിയോടെ വെയിറ്റ് ചെയ്യണ്ട, ലിങ്ഷിയും പുറത്ത് ബുക്ക് വാങ്ങിക്കാൻ പോവാ, വേണേ അവളുടെ കൂടെ പോട്ട് ഇവള്. ഏതിന് ഇവനും പറയുമ്പോഴാണ് ജിൻഹാനും സാങ്ഷിയും കൂടെ ലിങ്ഷി കടയിൽ പോകുന്ന ചോദിക്കും. അപ്പോഴാണ് ഷെങ്ങും പ്ലീസ് ഇവളുടെ കൂടെ പോകുന്ന റിയാക്ഷൻ കാണിക്കുമ്പോൾ ഇവന് വേണ്ടി അവള് സമ്മതിച്ച് സാങ്ഷിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷെങ്ങും ജിൻഹാനും കൂടെ റൂം ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലീലയുടെ ബുക്ക് ഇരുന്ന് കുറെ ലെറ്റേഴ്സ് ഒക്കെ തറയിൽ വീഴും. ഇത് കണ്ട് ഷെങ് അത് എടുത്തു വെക്കുമ്പോൾ കറക്റ്റ് അതേ സമയം ലീല അവളുടെ കൂട്ടുകാരും കൂടെ അവിടേക്ക് വരും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഷെങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് എടാ ഷെങ്, അപ്പൊ നീ ആയിരുന്നോ ലീലയ്ക്ക് പ്രൊപ്പോസ് ചെയ്യുന്നത് എന്നിനാ ലീലയുടെ കൂട്ടുകാരും ചോദിക്കുമ്പോഴാണ് അവനും പേടിച്ചിട്ട് ഞാനൊന്നും പ്രൊപ്പോസ് ചെയ്തില്ല, ഈ ബുക്കിൽ നിന്ന് തറയിൽ വീണ സാധനം ഇത്, ഞാൻ ജസ്റ്റ് എടുത്തു വെച്ചെന്നേ ഉള്ളു, എടാ ജിൻഹാൻ ഒന്ന് പറയടാ. ഏതിന്റെ അവനും ചോദിക്കുമ്പോൾ ജിൻഹാൻ ഒന്നും അറിയാത്ത പോലെ അവൻ ചുമ്മാ ആക്ഷൻ കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവരുണ്ട് വീണ്ടും സംശയപ്പെടുന്നത്. അതോടെ അവനും ജിൻഹാന്റെ അടുത്ത് കഞ്ചുമ്പോഴാണ് അവന് തറയെ കിടന്ന പേപ്പർ ചുമ്മാ എടുത്തു വെച്ചെന്ന് പറയും. അതിനുശേഷം ലീലിയും ദേശത്തി ഈ ലെറ്ററൊക്കെ ആരാ വെക്കുന്നതെന്ന് വഴക്ക് പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെങ്ങും നിന്നെ ഒരാൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല കാര്യമല്ല, അതിന് നീ ഇത്ര ഓവർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളെ ലെറ്ററൊക്കെ കാണിച്ചിട്ട് ഇതാണോ ലവ് ലെറ്റർ, അവ എന്നെ കുറിച്ച് മോശമായിട്ട് എഴുതിയേക്കുക. ഏതിന് അവളും ദേശത്തി അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതെല്ലാം കണ്ട് ഷെങ്ങും ഷോക്കായിരിക്കും, ആരെ അവൾക്ക് മോശമായിട്ട് ലെറ്ററൊക്കെ എഴുതിയെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ജിൻഹാൻ അടുത്തേക്ക് വന്നിട്ട് എന്തോ പറ്റി, നിനക്ക് അവളെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് ഷെങ്ങും ഞാൻ നിന്നെ സഹായിക്കണം, മറ്റുള്ളവരുടെ കാര്യമൊക്കെ അവർ തന്നെ നോക്കിക്കോളും. എന്നിന് ഇവനും പറഞ്ഞിട്ട് നീ അതല്ലേ വിചാരിക്കുന്നത്. എന്നിന് ഇവർ രണ്ടുപേരും മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ലീലയെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ അവളെ ആരെ ശല്യപ്പെടുത്തുന്ന അറിയാൻ വേണ്ടി ഇവർ രണ്ടുപേരും പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് മേക്കപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഷെങ്ങും ഇവളെ ആരണ്ടൊക്കെ ഫോളോ ചെയ്യുന്നു, നേരെ വീട്ടിൽ പോവാതെ ഇവള് മേക്കപ്പ് വാങ്ങിക്കുന്നോ, എന്തൊരു അഹങ്കാരം ഇവൾക്ക്. ഏതിന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജിൻഹാനും അവൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവർ രണ്ട് സാധനം വാങ്ങിക്കുന്ന പോലെ ആക്ട് ചെയ്യും. അങ്ങനെ ഷെങ്ങിന്റെ ലിപ്പിനകത്ത് അവൻ ലിപ്സ്റ്റിക് അടിച്ചു കൊടുക്കുമ്പോഴാണ് അവനും ദേശത്തി ഇതെന്തിനാ ഇപ്പൊ ഇവനിട്ട് എടുത്തേന്ന് ചോദിക്കും. അപ്പോഴാണ് അതേസമയം ലീലയെ ഫോളോ ചെയ്യുന്ന ആ പയ്യൻ അവിടെ വരുന്നത്. ഇത് കണ്ട് ജിൻഹാനും ഷെങ്ങിനെ വിളിച്ചോണ്ട് അവനെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും അവന്റെ പുറയിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ലീലയുടെ ശബ്ദം കേൾക്കുന്നത്. ഇത് കണ്ട് രണ്ടുപേരും അവിടെ പേടിച്ചു പോകുമ്പോഴാണ് അവള് മറ്റവന്റെ ഫേസിനകത്ത് സ്പ്രേ അടിച്ചാണ്. അതിനുശേഷം ഇവന്മാരും പേടിച്ചിട്ട് ലീല ഇത് ഞങ്ങളാ, നിന്നെ ആരാണ്ട് ഫോളോ ചെയ്യുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങൾ നോക്കാൻ വേണ്ടി വന്ന്. ഏതിനെ ഷെന്നും ജിൻഹാനും കൂടെ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി നിൽക്കും. അതിനുശേഷം ഷെങ് അവന്റെ മാസ്ക് പിടിച്ചു വരിയിട്ട് ഇവൻ ആരാന്ന് ചോദിക്കുമ്പോഴാണ് ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന വേറൊരു പയ്യനാന്ന് അറിയുന്നത്. അങ്ങനെ അവനും പണ്ട് തൊട്ട് ലീലയെ സ്നേഹിക്കാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് ഷെങ്ങും ദേശത്തി സ്നേഹിക്കുന്നവർക്കാണെങ്കിൽ മോശമായിട്ട് കഴിയുന്നെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. അതിനുശേഷം ജിൻഹാനും പ്രശ്നം സോൾവ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് അവനാരെല്ലാം കണ്ടുപിടിക്കുന്ന പറഞ്ഞ് അവൻ ഐസിന് അവിടെ നിന്ന് പോകും. അതിന്റെ കൂടെ തന്നെ ജിൻഹാൻ അവനിട്ട് ലിപ്സ്റ്റിക് കാണുമ്പോഴാണ് അവളത് ചോരയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനത് മറിച്ചിട്ട് ഇത് ചോരയൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാ, അതൊക്കെ വിട്, ഞാൻ നിന്നെ സഹായിച്ചോണ്ട് നീ എന്നെ തെറ്റിയിരിക്കണ്ട കേട്ടോ, ഞാൻ നിങ്ങളുടെയൊക്കെ ബോസാ, നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും പ്രശ്നം വന്നാ ഞാൻ വേണം സഹായിക്കാൻ, നീ ഒന്ന് ഇത് കണ്ട് വീന്നു പോയില്ല കേട്ടോ എന്ന് ഇവൻ പറയുമ്പോഴാണ് അവളും ഞാനൊന്നും വീന്നു പോയില്ല. എന്ന് അവള് ദേഷ്യപ്പെടുമ്പോഴാണ് അവനും ഇതാണ് എനിക്കറിയാവുന്ന ലീല, ശരിയെന്നാ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ഏതിന് അവൻ അവൾക്ക് കൂടി നോവും. അതേസമയം സാങ്ഷിയും ലിങ്ഷിയോട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിങ്ഷി അവളോട് പറയുന്നത് ഇവൾ ഈ ബുക്ക് വാങ്ങിക്കുന്നതൊക്കെ ജിൻഹാനോട് ഒരേ സ്കൂളിൽ പഠിക്കാനാണെന്ന്. ഇത് കേട്ട് അവളും മതി ഷോക്കായി. ചുമ്മാ അതല്ല, ഇവളെ കണ്ട് ഷെങ് ഇത്രയും പേടിക്കുന്ന, ഇവൾക്ക് എല്ലാവരും സത്യം അറിയാലോ എന്നിന് അവള് മൊത്തത്തിൽ ഷോക്കായിരിക്കും. അങ്ങനെ സാക്ഷിയും ബുക്ക് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൾ വീട്ടിലേക്ക് വന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ജിൻഹാനും പുറത്ത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ അവിടെ വരുന്നുണ്ട്. ഇവനും പെട്ടെന്ന് പേടിച്ച് പിന്നോട്ട് വരും. അതോടെ അവനും ദേഷ്യത്തി എടാ ജിൻഹാൻ, നീ എന്തിനിപ്പോ അവളെ കണ്ട് പേടിച്ചു വന്ന്, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, കണ്ട എന്തോ കുഴപ്പം. ഏതിന് അവന് വീണ്ടും പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവൾ അവിടെ കാണത്തില്ല. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇതോടെ അവനും പോയി തുറന്നു നോക്കുമ്പോഴാണ് അവളെ സാക്ഷിവിനെ വളർത്താൻ വേണ്ടി ഒരാമ വാങ്ങിച്ചു വെച്ചേക്കും. അങ്ങനെ അതെടുത്തോണ്ട് അവനെ സന്തോഷിച്ച് വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഷെങ്ങും സാക്ഷിയെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവളും ജിൻഹാന്റെ കൂടെ വീട്ടിലുള്ളത്. ഇത് കണ്ട് അവനും ദേഷ്യത്തി ജിൻഹാനും ഒറ്റയ്ക്കാക്കാൻ വേണ്ടി കിങ്കോങ്ങിനെ സിനിമയ്ക്ക് വിളിക്കും. അങ്ങനെ അവളും വരാന്ന് പറയുമ്പോഴാണ് ജിൻഹാനും പെട്ടെന്ന് ഞാനും കൂടെ വരാന്ന് പറയും. ഇത് കേട്ട് ഷെങ്ങും ദേഷ്യത്തിരിക്കുമ്പോൾ അവിടേക്ക് അവന്റെ ബോഡി ഗാർഡും വന്നിട്ട് ഇന്ന് ജിൻഹാൻ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കണ്ട് ഷെങ്ങും എടാ ജിൻഹാൻ, നീ ഒരു ഫേമസ് ആയ സെലിബ്രിറ്റിയാ, ഇങ്ങനെ ഞങ്ങളുടെ കൂടെ കറങ്ങി ടൈം വേസ്റ്റ് ചെയ്യണ്ട, പോയി നീ ഫേമസ് ആവാൻ നോക്ക്. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവനും ഫേമസ് ആകാനോ, ഞാൻ ആൾറെഡി ഫേമസാ. എന്നിനെ ജിൻഹാനും പറഞ്ഞോടെ എങ്കിൽ ശരി മോൻ ഇന്റർവ്യൂക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഷെങ്ങും അവനെ പറഞ്ഞേക്കും. അതിനുശേഷം ഷെങ്ങും സാങ്ഷിയോടെ സിനിമയ്ക്ക് പോകുമ്പോഴാണ് ജിൻഹാനെ വെറുപ്പിക്കാൻ വേണ്ടി ആ മനഃപൂർവ്വം സെൽഫി എടുത്ത് അതൊക്കെ ഇവൻ അയച്ചു കൊടുക്കും. അതിനുശേഷം ഇവർ അകത്തേക്ക് കയറി പോകുമ്പോഴാണ് ഇതേ സിനിമയ്ക്ക് തന്നെ PT സാറും ടീച്ചറിനെ വിളിച്ചോണ്ടെന്നേക്കും. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ടീച്ചർ അവിടെ ഷെങ്ങ് സാക്ഷി ഇരിക്കുന്നുണ്ട്. അവര് കാണാതെ എങ്ങനെയാലും ഒളിഞ്ഞിരിക്കാൻ നോക്കും. അപ്പോഴാണ് കുറെ സമയമായിട്ട് സാക്ഷിയെ തന്നെ നോക്കിയിട്ട് അവന് സിനിമ ആണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പ്രേതത്തിനെ കണ്ട് ഇവന് മൊത്തത്തിൽ പേടിച്ചു പോകും.
അപ്പനാണ് ഇത് കണ്ട് അവൾ എന്തോറ്റും ചോദിക്കുമ്പോൾ അവൻ ഇത് റൊമാൻറ്റിക് സിനിമയല്ലേന്ന് ചോദിക്കും. കാരണം ഇവര് കാണാൻ വന്നത് അനബെല്ലയാണ്. പക്ഷെ അവൻ വിചാരിച്ചത് അന്നാബെല്ലയുടെ റൊമാൻറ്റിക് സ്റ്റോറിയാണ്. അങ്ങനെ പണി ഓളിന്ന് പറഞ്ഞ് അവന് സിനിമ കാണുമ്പോൾ മൊത്തത്തിൽ പേടിച്ചു പോകും. അതേപോലെ തന്നെ ടീച്ചറിന്റെ കൂടെ നിന്ന് PT സാറും പേടിച്ചുറച്ചോണ്ടിരിക്കും ഇത് ഹൊറർ സ്റ്റോറിയാന്ന് പറഞ്ഞ്. അതേസമയം ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പൊ തന്നെ ജിൻഹാൻ ഇവൻ അയച്ചെന്ന ഫോട്ടോ കണ്ടിട്ട് ആ തിയേറ്ററിലേക്ക് പോകും. അപ്പനാണ് അവിടെ ഷെങ് നിൽക്കുന്നതാണെന്നത്. ഇത് കണ്ട് അവനെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഷെങ് ഇവനെ കണ്ട് ഷോക്കായിട്ട് ഓ ജിൻഹാൻ നീ എന്ത് ഇവിടെ, നിനക്ക് ഇന്റർവ്യൂ ഒന്നില്ല എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നേ, സാക്ഷി എന്തിയെ എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവന് റെസ്റ്റ് റൂമിൽ പോയേക്കോന്ന് പറയും. അതിനുശേഷം ഇവൻ മാസ്ക് ഇട്ടേക്കുന്നുണ്ട്. എല്ലാരും നിന്നെ കണ്ടെന്ന് മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് അടുത്തുള്ള 2-3 പെമ്പിള്ളേരെ വിളിച്ച് ഇതാരാന്ന് നിനക്കറിയാൻ ചോദിക്കും. അതോടെ അവരെല്ലാരും കൂടെ ജിൻഹാൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് പണി വാളി നിറഞ്ഞ് ഷെങ്ങും ബാക്കിലോട്ട് അങ്ങ് പോകും. അങ്ങനെ അവരുടെ കൂട്ടത്തിന്റെ ഇടെ ജിൻഹാനും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെങ്ങും ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നോടാൻ നോക്കും. അപ്പോഴാണ് ഇവൻ അവിടുത്തെ ഒരു ഫാനിനെ വിളിച്ചോണ്ട് ഓടുന്നത്. ഇത് കണ്ട് ജിൻഹാന് ഷോക്കായി നോക്കുമ്പോൾ അവിടേക്ക് സാക്ഷ്യം വന്നിട്ട് അടുത്ത ചെങ്ങും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാം ഡിസ്ട്രാക്ട് ചെയ്യും. അതിനുശേഷം അവൾ അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഷെങ്ങും മറ്റേ പെങ്കൊച്ചിനെ കണ്ടിട്ട് അയ്യോ ഇത് ജിൻഹാൻ അല്ലായിരുന്നോ ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി ഒന്ന് പോടാ ജിൻഹാനോട് സംസാരിക്കുന്ന മുമ്പ് നീ എന്നെ വിളിച്ചോണ്ടെന്ന് ഏതിന് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് സാക്ഷിയും ജിൻഹാനെ വിളിച്ചോണ്ട് അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് അവനും ചിരിച്ചിട്ട് സോറി ഗൈസ്, ഞാൻ വിചാരിച്ച ആരും ഇവനെ കണ്ടുപിടിക്കത്തില്ലെന്ന്, പക്ഷെ ഇത്രയ്ക്ക് സീനാന്ന് വിചാരിച്ചില്ല, ഇതിന് പകരമായിട്ട് എല്ലാവർക്കും ഒരു ജ്യൂസ് വാങ്ങിച്ചു തരാം ഏതിന് ഇവര് 3 തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകും. അപ്പോഴാണ് ജിൻഹാനും അവളെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ ഷെങ് ഞാൻ കൊണ്ടാക്കാന്ന് പറയും. അപ്പോഴാണ് അവനും ചോദിക്കുന്നത് ഇപ്പൊ ഇവന്റെ അച്ഛനമ്മയും കൂടെ വീട്ടിൽ വന്നോണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് താമസം മാറി അവിടേക്ക് പോയില്ലെന്ന്. അങ്ങനെ ഷെങ് അതിനെന്തോന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ വരാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ അമ്മയെ ഫോൺ വിളിച്ച് വീട്ടിൽ ഇവന് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അതോടെ അവനെ സന്തോഷത്തി ഞാൻ എന്റെ വീട്ടിൽ പോയി വെട്ടി വിഴുങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ജിൻഹാനും സാക്ഷിയും കൂടെ പുറത്ത് ചുമ്മാ കറങ്ങാൻ പോകുമ്പോഴാണ് ജിൻഹാനും അവളറിയാതെ ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ നോക്കുന്നുണ്ട് അവന് ചുമ്മാ ദൂരേക്ക് എടുക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുമ്പോൾ ഇത് കണ്ട് അവൾ അടുത്തേക്ക് വന്നിട്ട് ഞാൻ വേണം നിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തരാന്ന് പറഞ്ഞ് ജിൻഹാന്റെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ ഷാഡോ കാണുന്ന രീതിയിൽ അവനൊരു സെൽഫി എടുക്കും. അതിനുശേഷം അവനത് പ്രൊഫൈൽ പിക്ചർ ആക്കുമ്പോഴാണ് ഇത് കണ്ട് സാക്ഷി ഷോക്കായി ഇവന്റെ ഫോട്ടോക്കകത്ത് ഇവളുടെ ഷാഡോ ഉണ്ടെന്ന് സന്തോഷത്തിരിക്കും. പക്ഷെ അവൻ മനഃപൂർവ്വം അങ്ങനെ ഇട്ട. അതിനുശേഷം ഈ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് ഷെങ്ങും ദേശത്തി അടുത്ത ദിവസം ഇവരുടെ എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് അവൻ പ്ലാൻ ചെയ്യും. അങ്ങനെ അതിനുവേണ്ടി ക്ലാസ് ടീച്ചറിനോട് അവന് ജിൻഹാന്റെ അടുത്ത് ഇരിക്കണം എന്ന് പറയുമ്പോഴാണ് ടീച്ചറും അതിനുള്ള റീസൺ അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും കുറെ ആലോചിച്ച് നോക്കിയിട്ട് ജിൻഹാൻ നല്ലോണം പഠിക്കുന്ന പയ്യനായതുകൊണ്ട് അവന്റെ അടുത്തിരുന്ന ഇവനും പഠിക്കുമെന്ന് പറയും. അപ്പോഴാണ് ടീച്ചർ അവനോട് അപ്പൊ അടുത്തിരിക്കുന്ന ലിങ്ഷി പഠിക്കത്തില്ലെന്ന് ചോദിക്കും. അതോടെ ഷെങ്ങും തിരിഞ്ഞ് ലിങ്ഷിയെ നോക്കുമ്പോഴാണ് അവളും ദേശത്തി ഇനി നമ്മൾ തമ്മിൽ ഒന്നില്ലെന്ന് നടുക്കൊരു ബോർഡർ വരയ്ക്കും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് ലിങ്ഷി മോളെ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞ, ഞാൻ വേറെ മാസ്റ്റർ പ്ലാൻ ചെയ്തേ എന്നിന് ഇവളും പറയുമ്പം അവള് മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം ഷെങ്ങും എങ്ങനെയൊക്കെ കിങ് കോങ്ങിന്റെ അടുത്തിരുന്ന് ജിൻഹാനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ ബിസി ആക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അതിനുവേണ്ടി അവനെ പുറത്തേക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വിളിക്കുമ്പോഴാണ് അവനിപ്പോ ഫ്രീ ടൈം അല്ലല്ലോ ചോദിക്കും. അപ്പോഴാണ് ഷെങ്ങും ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകുന്ന കിടിലെന്ന് പറഞ്ഞ് അവനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ബാക്കി പ്രിൻസിപ്പൾ നിൽക്കുന്നത്. ഇത് കണ്ട് ജിൻഹാനും മനപ്പൂർവ്വം അവനെ കുടുക്കിലാക്കാൻ നോക്കും. എടാ ഷെങ് ക്ലാസ് കട്ട് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ലല്ലോ എന്നിനെ ജിൻഹാനും ചോദിച്ചോടെ അവനും ചിരിച്ചിട്ട് എടാ ആര് പറഞ്ഞ് നമ്മളിന്ന് ആരും പൊക്കത്തില്ല, ഞാൻ പുറത്തൊരു സീക്രട്ട് പ്ലേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുവഴി നമ്മൾ ഇറങ്ങി പോവാണ് പ്രിൻസിപ്പൾ ഒന്നും കാണത്തോലില്ല, അങ്ങേര് അല്ലല്ലോ ഒരു മണ്ടന എന്ന് ഇവനും പറയുമ്പോഴാണ് ജിൻഹാനും പുറേ ആരാ നിൽക്കുന്നതെന്ന് നോക്കാൻ പറയും. അപ്പോഴാണ് അവനും തിരിഞ്ഞു നോക്കിയതോടെ പ്രിൻസിപ്പളിനെ കണ്ട് മൊത്തത്തിൽ തകർന്നു പോകും. അതിനുശേഷം പ്രിൻസിപ്പൾ ഇവന് പനിഷ്മെന്റ് ആയിട്ട് ആ ഗാർഡൻ ഫുള്ള് മൊത്തത്തിൽ ഇവനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയും. അതോടെ അവനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും വന്നിട്ട് ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ് അവനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഡയറക്റ്റ് ജിൻഹാന്റെ അടുത്ത് ഡീൽ ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ബാസ്കറ്റ് ബോൾ മാച്ച് ഇവർ തമ്മിൽ ആരാണ് ജയിക്കുന്നത് അവര് മാത്രമേ സാങ്ഷിയോട് മിണ്ടത്തുള്ളെന്ന് ഇവൻ ചലഞ്ചിന് വിളിക്കുമ്പോഴാണ് ജിൻഹാനും ഒരാളെ വെച്ച് ബെറ്റ് ചെയ്യുന്ന അത്രയ്ക്ക് നല്ല കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൻ പോയ അടുത്ത സെക്കൻഡ് ഷെങ്ങും സാങ്ഷിയും കൂടെ നല്ലോണം ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് ഇവനും ജലസായി ചലഞ്ചിന് ഞാൻ റെഡി എന്ന് പറഞ്ഞ് അവൻ വന്ന് നിൽക്കും. അതിനുശേഷം ഇവരുടെ ചലഞ്ചിന് വേണ്ടി ജിൻഹാന് കുറെ സമയം പുറത്തുനിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ സാങ്ഷിയും കണ്ട് ഇവന് കൂട്ടിനാണ് നിൽക്കുന്നത്. അപ്പോഴാണ് അവന് അധികം ഫിസിക്കൽ ട്രെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവന് ചെറുതായിട്ട് നെഞ്ചോയിന് എടുക്കുന്നതിന് തോന്നും. ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവനും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആ മാച്ച് ജയിക്കാൻ വേണ്ടി കുറെ കാൽക്കുലേഷൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് ഷെങ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് എടാ ജിൻഹാൻ ഇപ്പൊ തന്നെ നീ തോറ്റെന്ന് സമ്മതിച്ചോ, അല്ലെങ്കിൽ നീ കഷ്ടപ്പെടേണ്ടി വരും, ഇത് ഞാൻ നിനക്കായിരുന്നു അഡ്വൈസാ എന്നിന് ഇവനും പറയുമ്പം ജിൻഹാൻ അത് കേൾക്കാത്ത പോലെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവന് സാങ്ഷൻ നോക്കിയിട്ട് ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവർ തമ്മിൽ എന്തുവാ ചാലഞ്ച് എന്ന് ജിൻഹാനോടും ചോദിക്കും. പക്ഷെ അവൻ അവളോട് സത്യം പറയത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.